നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചധികം കാലമായി കണ്ടുവരുന്ന കാലാവസ്ഥാ വ്യതിയാനം, കടൽക്ഷോഭം പോലുള്ള പ്രകൃതിയിലെ ചില അസാധാരണ മാറ്റങ്ങൾ, ഇതൊക്കെ ലോകാവസാനത്തിന്റെ സൂചനയാണ് എന്ന തരത്തിൽ വിശ്വസിക്കുന്നവരാണ് പലരും, ഭയപ്പെടുന്നവരാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന ഒന്നാണ് കടലിൽ നിന്ന് ഓർ മത്സ്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളത്. സാധാരണ കടലിന്റെ അടിത്തട്ടുകളിൽ ജീവിക്കുന്ന ഇവ വെള്ളത്തിന് മുകളിലേക്ക് എത്തുന്നത് വലിയൊരു ദുരന്ത സൂചനയായിട്ടാണ് പലരും വിശ്വസിക്കുന്നത്. കടലിൽ അസാധാരണമായി എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നതാണ് ഓർ മത്സ്യങ്ങൾ കടലിന്റെ ഉപരിതലങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത്. അതേസമയം ജപ്പാനീസ് ഐതിഹ്യമനുസരിച്ച് ഓർഫിഷിനെ കാണുക എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഓർഫിഷ് കടലിന് മുകളിൽ എത്തിയിരിക്കുന്നു, അതും ഇന്ത്യൻ സമുദ്രതീരത്ത് എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാടിന്റെ തീരത്ത് നിന്നാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെയൊരു അപൂർവ ജീവിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മത്സ്യത്തിന് വെള്ള നിറമുള്ള ഓളങ്ങൾ പോലുള്ള ശരീരവും തലയുടെ അടുത്തായി പ്രത്യേക ചുവന്ന ചിറകുമൊക്കെയാണ് ഉണ്ടായിരിക്കുക. ഈ രൂപവും മത്സ്യത്തിന്റെ വലിപ്പവും രൂപവും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഊഹാപോഹങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അതിലേറ്റവും വലുത് ഇതൊരു ഭൂകമ്പ സൂചനയായിട്ടാണ് കടലിന് മുകളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഡോംസ്ഡേ ഫിഷ് എന്നുകൂടെ ഈ ഓർഫിഷിനെ പൊതുവെ അറിയപ്പെടുന്നുണ്ട്. മത്സ്യത്തിന്റെ ഉപരിതലത്തിലെ സാന്നിധ്യം പലപ്പോഴും ഊഹാപോഹങ്ങൾക്കും ഈ പറയുന്നത് പോലുള്ള കെട്ടുകഥകൾക്കുമൊക്കെ കാരണമായി മാറാറുമുണ്ട്. തീരപ്രദേശങ്ങളിൽ ഓർഫിഷിന്റെ സാന്നിധ്യം വലിയ ദുരന്ത സാധ്യതയായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്, പലരും വിശ്വസിക്കാറുള്ളത്. ജപ്പാനീസ് ഐതിഹ്യം അനുസരിച്ച് ഓർഫിഷിനെ ഒരു വരാനിരിക്കുന്ന ഭൂകമ്പത്തിന്റെ സൂചനയായിട്ട് കാണുന്നു. ആഴക്കടലിൽ സാധാരണയായി കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടി ടെർമോസ്, അതായത് ചെറിയ കുലുക്കങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെയാണ് അസ്വസ്ഥമായിക്കൊണ്ട് ഉപരിതലത്തിലേക്ക് വരുന്നത് എന്നതടക്കമുള്ള വിശദീകരണങ്ങളൊക്കെ ഇതിന് പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും എന്തോ ഒന്ന് കടലിൽ സംഭവിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഓർഫിഷുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഓർഫിഷ് ഇത്തരത്തിൽ സമുദ്ര ഉപരിതലത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് വലിയൊരു വിനാശകരമായിട്ടുള്ള ഒരു കാരണങ്ങൾക്ക് സൂചനയായി മാറുന്നു എന്നാണ് ജപ്പാനീസുകാരുടെ വിശ്വാസം. എന്തായാലും അസാധാരണമായ രൂപഭാവവും മുൻപ് നടന്ന ചില നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓർഫിഷുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ശക്തമാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യൻ സമുദ്ര തീരത്തോട് അടുത്ത് ഇത്തരത്തിലൊരു മീനിനെ കണ്ടു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റെഗാലൂസിസ് ഗ്ലേസൻ എന്നാണ്. ഏകദേശം ഇതിന് 30 അടി വരെ നീളമുണ്ട്. 30 അടി വരെ നീളം വെക്കാൻ കഴിയുന്ന ഒരു റിബൺ പോലുള്ള മത്സ്യമാണ് ഈ ഓർഫിഷ്. ആഴക്കടലിൽ സാധാരണയായി 200 മുതൽ 1000 മീറ്റർ വരെ ആഴക്കടലിലാണ് ഇവ സാധാരണയായി ജീവിച്ചു വരുന്നത്. വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലങ്ങളിലേക്ക് വരാറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യത്തിൽ സത്യം. അങ്ങനെ ഉപരിതലത്തോട് ചേർന്ന് ഓർഫിഷിനെ കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി ആളുകൾക്ക് ഒരു ആശങ്ക പരന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് മുൻപ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള മീനിനെ കണ്ടത്, അതായത് ഈ പറയുന്ന പോലുള്ള ഒരു ദുരന്തത്തിന്റെ തൊട്ട് മുൻപിലായിരുന്നു. അതായത് 2011 ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപ് ഇത്തരത്തിൽ ഓർഫിഷുകൾ സമുദ്ര ഉപരിതലത്തിലേക്ക് വന്നിരുന്നു എന്നതാണ് പലപ്പോഴും ഇത് ഒരു ഭൂകമ്പ സൂചനയെ കാണാനുള്ള കാരണമായി മാറിയിരിക്കുന്നത്. ദുരന്തമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷുകൾ അടിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എന്നാണ് ജനങ്ങളൊക്കെ പിന്നീട് വിശ്വസിച്ചു തുടങ്ങിയത്. മറ്റു ചിലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തെ കാണുന്നത് ഒരു ഭൂകമ്പ സൂചനയായിട്ട് അല്ലെങ്കിൽ ദുശകുനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങുകയായിരുന്നു. മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഓർഫിഷിന്റെ തീരത്ത് കണ്ടെത്തിയതും ഇത് ഈ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു. മത്സ്യവും ദുരന്തങ്ങളും തമ്മിലുണ്ടാകുന്ന ബന്ധം അല്ലെങ്കിൽ വിശ്വാസം, അതൊക്കെ തന്നെയാണ് ഓർഫിഷുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. ശാസ്ത്രീയമായി ഇതിനൊന്നും തന്നെ തെളിവില്ല. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ സാഹചര്യ തെളിവുകളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥമാണ് എന്ന് പറയാൻ വേണ്ടി ഓർഫിഷിന് ഭൂകമ്പങ്ങളെ അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങളെയൊക്കെ പ്രവചിക്കാൻ കഴിവുണ്ട് എന്നതിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു തെളിവില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഈ ആശയം ഇപ്പോഴും ആളുകളിൽ കൂടുതലായി കൗതുകമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ആശങ്കയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവയിലെ ആഴക്കടൽ ആവാസ
ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകളോ കാരണമാകാം എന്നാണ് മെറൈൻ ബയോളജിസ്റ്റുകളും മറ്റ് വിദഗ്ധരുമൊക്കെ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവത്തിൽ ഓർഫിഷുകളുടെ സാന്നിധ്യം അടക്കം ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ പുറത്തു വരുമ്പോൾ മറുവശത്ത് നമുക്കറിയാം നമ്മുടെ കൊച്ചി തീരത്തിനോടടുപ്പിച്ച് ഒരു വലിയൊരു ഷിപ്പ് അത് മറിഞ്ഞിരുന്നു, ചരക്ക് കപ്പൽ മറിഞ്ഞിരുന്നു, MSC എൽസ ട്രീ എന്ന് പറയുന്ന കപ്പൽ. അതിൽ നിരവധി ഗുരുതരമായിട്ടുള്ള സാധനങ്ങളുണ്ട്, വലിയ രീതിയിൽ നാശം വരുത്താൻ സാധ്യമുള്ള നിരവധി സാധനങ്ങളുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ലക്ഷദ്വീപ് കടലിലൊക്കെയുള്ള മത്സ്യസമ്പത്തിനെ അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അപകടങ്ങളാകാം ഒരുപക്ഷെ ഈ ഓർഫിഷിനെ ഉപരിതലത്തിൽ കണ്ടത് എന്നതാണ് നിലവിൽ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും വലിയൊരു ആശങ്ക പരത്തിക്കൊണ്ട് ഓർഫിഷിന്റെ സാന്നിധ്യം സമുദ്ര ഉപരിതലത്തിൽ അതും ഇന്ത്യൻ തീരത്തിനോടടുത്ത് കണ്ടുവരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.